ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ ചെറിയ ചക്ക ഉണ്ടല്ലോ, ശീമച്ചക്ക, കടച്ചക്ക എന്നൊക്കെ പറയുന്നത്, അതൊന്ന് വറുത്തരച്ച് കറി വെക്കാം. അതിന് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിൽ ചുവന്നുള്ളിയും പച്ചമുളകും, ചുവന്നുള്ളി ഞാൻ മുഴുവത്തെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ചുവന്നുള്ളി അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണമൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കണം. ചക്ക ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരുന്നതാണ്, കറയുണ്ടല്ലോ അത് പോകണമല്ലോ അതിന്. അപ്പോൾ ചക്കയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത്, ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ആ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കുക. പിന്നെ നമുക്കിനിയിപ്പോൾ അരപ്പ് ശരിയാക്കി എടുക്കാം. അതിന് തേങ്ങയും അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ സ്പൂൺ നിറച്ച് ഞാൻ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ചോക്കനെ മൂപ്പിച്ചെടുത്ത ശേഷം ഒന്നെങ്കിൽ തീ കുറച്ച് വെക്കുക. ചൂട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ ചൂട് നിൽക്കും, അതുകൊണ്ട് തീ ഓഫ് ചെയ്താലും മതിയാവും. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നല്ല കണക്കൊന്ന് മുരിഞ്ഞ് വന്നിട്ട് അരപ്പരച്ചത് വെന്ത കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല കണക്ക് വറ്റി വന്ന ശേഷം നല്ല കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ, നല്ല ടേസ്റ്റും. അതുപോലെ തന്നെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് കൊഞ്ച് ചമ്മന്തിയാണിത്, അതും എടുത്തിട്ടുണ്ട്. നമ്മുടെ കടച്ചക്ക കറിയും മുട്ട ചിക്കിയതുണ്ടായിരുന്നു, മുട്ട ചിക്കിയതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പപ്പടവും. അങ്ങനെ ഇന്നത്തെ ഊണിതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയാണ്. താങ്ക് യു.